ഞാനൊരു സംഭവം കാണിച്ചു തരാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം. എങ്ങനെയുണ്ട് ഇപ്പോഴോ? ഇപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവും. നിങ്ങളുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരിയും വന്നു കാണും അല്ലെ? എന്തുകൊണ്ടാണ്? ഇതിന് കളർ മാറി വന്നത് കൊണ്ടല്ലോ. ഒന്ന് സൂമിൻ ചെയ്ത് നോക്കിയേ. ഇത് എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ടല്ലേ. ഐ പ്രോമിസ് ടു പേ ദ ബെയറർ എ സം ഓഫ് 500 റുപ്പീസ് എന്നുള്ളത് ഇന്ത്യൻ RBI ഗവർണർ ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇത് 500 രൂപയുടെ നോട്ടായിട്ട് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നതും നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ സന്തോഷം വരുന്നതും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു സംഭവം കണ്ടു നോക്കാം. ഇതെങ്ങനെയുണ്ട് ഇപ്പോഴോ? ഇപ്പോൾ ഇത് സ്വർണ്ണമായി അല്ലേ? സ്വർണം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലെ? നമ്മൾ എല്ലാവരും ശക്തമായി വിശ്വസിക്കുന്ന ഒരു സംഭവമാണ്. ഒരു ഹൈ സ്റ്റോർ ഓഫ് വാല്യൂ ഉള്ള സംഭവമാണ് സ്വർണം അല്ലെ? എന്തിനേറെ പറയുന്നു, ഗ്രാമിന് ഇന്ന് ഇതാ 10,000 രൂപയിൽ കൂടുതൽ രൂപയുള്ള ഒരു സംഭവമാണ് സ്വർണം എന്ന് നമ്മൾ എല്ലാവരും അങ്ങ് അഗ്രി ചെയ്ത് വിശ്വസിക്കുന്ന ഒരു സംഭവമാണ്. ശരിക്കും ഇതിന് 10,000 രൂപ എന്ന് ആരാണ് പറഞ്ഞത്? അത് പോകട്ടെ, കാലാകാലങ്ങളായി നമ്മൾ കണ്ടുവരുന്ന കാര്യമാണ്. നമ്മൾ മലയാളികളുടെ ജീവിതത്തിൽ എസ്പെഷ്യലി നമ്മൾ കണ്ടുവരുന്ന കാര്യമാണ്. സേവിങ്സിനാണെങ്കിലും ഇൻവെസ്റ്റിങ്ങിനാണെങ്കിലും ഏറ്റവും നല്ല സംഭവം ഗോൾഡ് ആണ്, സ്വർണ്ണമാണ് എന്നൊരു നെറേറ്റീവ് നിലനിൽക്കുന്നുണ്ട്. എന്തിനേറെ പറയുന്ന, ഒരു കുട്ടി ജനിച്ചാൽ അല്ലെങ്കിൽ കുട്ടി വളർന്നു വരുമ്പോൾ ഏതൊരു ഗിഫ്റ്റ് കൊടുക്കുമ്പോഴാണെങ്കിലും, കുട്ടിയുടെ കല്യാണത്തിനാണെങ്കിലും, ജീവിതത്തിന്റെ പലവിധ സാഹചര്യങ്ങളും ഗിഫ്റ്റിന്റെ രൂപത്തിൽ നമ്മൾ എല്ലാവരും മലയാളികൾ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നതും സ്വർണ്ണമാണ്. എന്തുകൊണ്ടാണ്? നമ്മൾ എല്ലാവരും ഒരുപോലെ അതിശക്തമായി വിശ്വസിക്കുന്നു സ്വർണം വളരെ മൂല്യമേറിയ ഒരു സാധനമാണെന്ന്. എന്നാൽ ഈ മൂല്യം എവിടുന്ന് വന്നു എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന് ശരിക്കും മൂല്യമുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇത് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് അസറ്റ് ആണ് അല്ലെങ്കിൽ ആണോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പൊ മലയാളികളുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഞെട്ടിത്തെറിക്കുന്ന ഡേറ്റകൾ അവൈലബിൾ ആണ്. ഏറ്റവും ആദ്യം പറയാനുള്ളത്, ഇന്ത്യ മഹാരാജ്യത്തിലെ ഒരു കൊച്ചു സംസ്ഥാനമാണല്ലോ കേരളം. പെർ ക്യാപിറ്റ ഗോൾഡ് ഹോൾഡിംഗ്സ് ഏറ്റവും കൂടുതലുള്ളത് മലയാളികളുടെ കയ്യിലാണ്. റൂറൽ കേരളം നോക്കുകയാണെങ്കിൽ 1.6 ലാക്ക് റുപ്പീസിന്റെ പെർ ക്യാപിറ്റ ഗോൾഡ് ഹോൾഡിംഗ് ഉണ്ട്. അർബൻ ഏരിയാസ് നോക്കുകയാണെങ്കിൽ നിയർലി 2.6 ലക്ഷം രൂപയുടെ പെർ ക്യാപിറ്റ ഗോൾഡ് ഹോൾഡിംഗ് ഉണ്ട്. ഒരു ഗ്രാമിന് 10,000 രൂപയായിട്ട് പോലും, അതായത് ഒരു പവന് 80,000 രൂപ കടന്നിട്ട് പോലും ഇക്കഴിഞ്ഞ അക്ഷയ തൃതീയക്ക് മലയാളി മാത്രം വാങ്ങിച്ചത് 1,500 കോടി രൂപയുടെ ഗോൾഡാണ്. എന്തിനേറെ പറയുന്നു, നമ്മൾ ഇന്ന് ഇന്ത്യ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജുവലറികൾ വന്നിരിക്കുന്നത് കേരളത്തിൽ നിന്നാണ്. മലബാർ ഗോൾഡ്, കല്യാൺ ജ്വല്ലേഴ്സ്. ഗോൾഡ് ഫൈനാൻസിംഗിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗോൾഡ് ലോൺ കമ്പനികൾ വന്നിരിക്കുന്നതും കേരളത്തിൽ നിന്നാണ് അല്ലെ? മുത്തൂറ്റ്, മണപ്പുറം പോലുള്ള കമ്പനികളും കേരളത്തിൽ നിന്നാണ്. അപ്പൊ ഇതെല്ലാം വളരെ വ്യക്തമായി പറയുന്നത് എന്താണ്? മലയാളിയുടെ സ്വർണത്തിനോടുള്ള പ്രണയത്തെ പറ്റിയാണ്. ശരിയല്ലേ? നിങ്ങളിൽ വീഡിയോ കാണുന്ന ഭൂരിഭാഗം പേരുടെ കയ്യിലും ഗോൾഡ് ഒരു പരിധിവരെ ഏതെങ്കിലും ഒക്കെ രൂപത്തിൽ ഉണ്ടാകുമെന്നുള്ളത് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോ ഗോൾഡ്, പൊന്ന്, തങ്കം അല്ലെങ്കിൽ സ്വർണം ശരിക്കും എന്താണിത്? ശരിക്കും ഇത് എത്ര നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് അസറ്റ് ക്ലാസ് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതില്ലേ? അതാണ് ഇന്ന് നമ്മളെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. വളരെ വ്യക്തമായിട്ട് ഒബ്ജക്റ്റീവ്ലി യാതൊരുവിധ ബയസുകളും ഇല്ലാതെ ഗോൾഡ് എന്ന അസറ്റ് ക്ലാസ്സിനെ ശരിക്കും നമ്മൾ കൾച്ചറൽ റീസൺസ് കാരണം കണ്ണ് പൂട്ടി അന്ധമായിട്ട് വിശ്വസിക്കുകയല്ലേ ഗോൾഡ് നല്ലതാണെന്ന്. എന്റെ കയ്യിലും ഗോൾഡ് ഉണ്ട്, എന്റെ വീട്ടുകാരുടെ കയ്യിലും ഗോൾഡ് ഉണ്ട്, നിങ്ങളുടെ കയ്യിലും ഗോൾഡ് ഉണ്ട്. നമ്മുടെ കയ്യിലെല്ലാം സ്വർണ്ണമുള്ളത് കാലാകാലങ്ങളായി നമ്മൾ അന്ധമായി വിശ്വസിച്ച് വന്ന ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് മാത്രമാണ്. ആ ഒരു വിശ്വാസത്തെ, അന്ധമായ വിശ്വാസത്തിൽ നിന്ന് ഡേറ്റ ബാക്ക്ഡ് ആയിട്ടുള്ള ഫാക്ട്സിലേക്ക് കൊണ്ടുപോകലാണ് ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം. നമുക്ക് ഡേറ്റ നോക്കാം. ഗോൾഡ് ശരിക്കും എന്താണ്? ഗോൾഡ് എന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് വെഹിക്കിൾ എങ്ങനെയാണ് വളർന്നു വന്നത്? അതിന്റെ ഹിസ്റ്റോറിക് പ്രൈസസ് എങ്ങനെയാണ് മൂവ് ചെയ്തിട്ടുള്ളത്? അതിന്റെ ഹിസ്റ്റോറിക് റിട്ടേൺസ് എങ്ങനെയാണുള്ളത്? അതിന്റെ ബെനിഫിറ്റ്സ് എന്താണ്? ആരാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? ആര് ഇൻവെസ്റ്റ് ചെയ്യേണ്ട? എന്ത് സാഹചര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം? അങ്ങനെ ഗോൾഡിനെ പറ്റി മുഴുവൻ മനസ്സിലാക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയുടെ അജണ്ട ലിസ്റ്റ് ബൈ ലിസ്റ്റ് പറയുകയാണെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ തുടങ്ങേണ്ടത് ഗോൾഡിന്റെ കഥ കേട്ടുകൊണ്ടാണ് അല്ലെ? എന്താണ് ഗോൾഡ്? ഗോൾഡ് എവിടുന്ന് വന്നു? എന്തുകൊണ്ടാണ് ഗോൾഡ് എല്ലാവരും, കേരളത്തിൽ മാത്രമല്ല, കേരളത്തിൽ ഇത് കൂടുതലുണ്ടെന്നേ ഉള്ളൂ, ലോകത്ത് എല്ലാവരും വിശ്വസിക്കുന്ന ഒരു വിലയേറിയ ഒരു സംഭവമായി ഗോൾഡ് മാറിയിട്ടുണ്ടെങ്കിൽ ആ കഥയിൽ എന്തെങ്കിലും ഒരു കഥയില്ലേ? ആ കഥ ആദ്യം നമ്മൾ കേൾക്കേണ്ടതുണ്ട്. രണ്ട്, ഇന്ന് ഇങ്ങനെ വളർന്നു വന്ന ഗോൾഡ് ഇന്ന് എന്തൊക്കെ രൂപത്തിൽ, എന്തൊക്കെ കാരണങ്ങളിലായിട്ടാണ് ലോകത്തെ ആകമാനം ആൾക്കാർ ഉപയോഗിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. മൂന്ന്, ഗോൾഡിന്റെ വില എന്തുകൊണ്ടാണ് കയറി ഇറങ്ങുന്നത് ഇല്ലേ? ഇപ്പൊ നമ്മൾ പറയുന്നു കഴിഞ്ഞ 3 മാസമായിട്ട് ഗോൾഡിന്റെ വില കാര്യമായി കൂടിയിട്ടുണ്ട് എന്നുള്ളത്. എന്തുകൊണ്ടാണ് കൂടുന്നത്? ചില സമയത്ത് ഗോൾഡിന്റെ വില താഴേക്ക് പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് കുറയുന്നത്? അപ്പൊ ഗോൾഡിന്റെ വില ഫണ്ടമെന്റലി എന്തുകൊണ്ടാണ് മൂവ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കിയാൽ നമുക്ക് പോകാം ഗോൾഡ് ആസ് എൻ ഇൻവെസ്റ്റ്മെന്റ് അസറ്റ് എങ്ങനെ പെർഫോം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഓവർ ദ ലാസ്റ്റ് 20-30 ഇയേഴ്സ് അതിന്റെ പെർഫോമൻസ് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ഏറ്റവും അവസാനം നമുക്ക് തീരുമാനത്തിലേക്ക് എത്താം ഗോൾഡ് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആണോ എന്നുള്ളത്. അതെല്ലാം കഴിഞ്ഞിട്ട് വീഡിയോ എൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ കഴിഞ്ഞ 3-4-5 മാസത്തിൽ മാത്രമായിട്ട് ഗോൾഡ് 30% കയറിയിരിക്കുന്നത്.
ചെറിയ കളിയല്ല. 30% ഗോൾഡ് കഴിഞ്ഞ 4-5 മാസങ്ങളിൽ കയറിയപ്പോൾ അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നും, അങ്ങനെ നടന്ന ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഇപ്പോൾ ഗോൾഡിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണോ, അല്ലെങ്കിൽ പുതിയതായി ഇൻവെസ്റ്റ് ചെയ്യണോ, അല്ലെങ്കിൽ കയ്യിലുള്ളത് വിറ്റൊഴിവാക്കണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാം. അപ്പൊ എപ്പോഴത്തെ പോലെയും വീഡിയോ മുഴുവനായും ശ്രദ്ധിച്ചും കാണുക, അതെല്ലാം മനസ്സിലാക്കാനായിട്ട്. ഷംസുദ്ദീൻ, വെൽക്കം ടു അനദർ വീഡിയോ. അപ്പൊ ഏറ്റവും ആദ്യം നമുക്ക് സ്വർണമായ കഥ കേൾക്കാം. ഈ കഥ മുഴുവനായി മനസ്സിലാകണമെങ്കിൽ ഏറ്റവും ആദ്യം സ്വർണം എവിടെ നിന്ന് വന്നു, എങ്ങനെയാണ് ഉണ്ടാകുന്നത് നമ്മൾ അറിയണം. അപ്പൊ സ്വർണം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ വളരെ വ്യക്തമായി പറയും, സ്വർണം ഒരു നാച്ചുറലി ഒക്കറിങ് എലമെന്റ് അല്ലേ, അതിനെ മൈൻ ചെയ്തിട്ട് ഖനനം ചെയ്തിട്ട് എടുക്കുന്ന സംഭവമല്ലേ ഗോൾഡ് അല്ലെങ്കിൽ സ്വർണം എന്ന് പറയും. വളരെ ശരിയാണ്. എന്നാൽ നമ്മളിത് മൈൻ ചെയ്തെടുക്കുമ്പോൾ സ്വർണം അവിടെ എവിടെ നിന്നാണ് വന്നത്? വളരെ ഇൻട്രസ്റ്റിംഗ് കഥയാണ്, വളരെ രസകരമായ കഥയാണ്. ഭൂമി ഉണ്ടാകുന്നതിന് മുൻപ്, എന്തിനേറെ പറയുന്നു, നമ്മുടെ സോളാർ സിസ്റ്റം പോലും ഉണ്ടാകുന്നതിന് മുൻപേ ദൂരെ പണ്ട് ഉണ്ടായിരിക്കുന്ന ഒരു ഹെവി എലമെന്റ് ആണ് ഗോൾഡ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഗോൾഡ് അന്ന് ഉണ്ടായത്? വലിയ സ്റ്റാറുകളുടെ കൊളിഷൻ നടന്നപ്പോഴോ അല്ലെങ്കിൽ സ്റ്റാർസ് പൊട്ടിത്തെറിച്ചപ്പോഴോ ഉണ്ടായ വളരെ ഹൈ ഹീറ്റിൽ നിന്നും പ്രഷറിൽ നിന്നുമാണ് ആ സാഹചര്യങ്ങളിൽ, ആ അതിശക്തമായ സാഹചര്യങ്ങളിൽ ഉണ്ടായ ഹെവി എലമെന്റ്സിൽ ഒന്നാണ് ഗോൾഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടായ ഗോൾഡ്, അങ്ങനെ യൂണിവേഴ്സിൽ എവിടെയോ ഒക്കെയോ ഉണ്ടാകപ്പെടുന്ന ഗോൾഡ് ഉൽക്കകളിലൂടെ, ആസ്ട്രോയിഡ്സിലൂടെ അല്ലെങ്കിൽ ഗ്യാസസിലൂടെയും ഡസ്റ്റിലൂടെയും യൂണിവേഴ്സ് മുഴുവൻ ട്രാവൽ ചെയ്തിട്ട് പല 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 സ്ഥലങ്ങളിലെത്തി. അങ്ങനെ ഏതോ കാലഘട്ടത്തിൽ എർത്ത് എന്നുള്ള നമ്മുടെ പ്ലാനറ്റ് ഉണ്ടായപ്പോൾ ഉൽക്കകൾ വഴിയും പല രീതികളിലൂടെയും ഗോൾഡ് എർത്തിലും എത്തി. അങ്ങനെ എർത്തിന്റെ സർഫസിലും എർത്തിന്റെ അകത്തേക്കും ഗോൾഡ് എത്തിയപ്പോൾ ഇന്ന് നമ്മൾ അതിനെ മൈൻ ചെയ്ത് ഖനിച്ചെടുത്തിട്ട് പറയുന്നു നമുക്ക് ഗോൾഡ് കിട്ടിയതെന്ന്. ആലോചിച്ച് നോക്കിയേ, എത്ര രസകരമായ ഒരു കാര്യമാണ്. എവിടെയോ അല്ലെ, യൂണിവേഴ്സിന്റെ എവിടെയോ ഉണ്ടായ ഒരു സംഭവം, ഒരു ഏലിയൻ മെറ്റീരിയൽ ആണ് ഇന്ന് നമ്മൾ ഖനിച്ചെടുത്തിട്ട് നമ്മുടെ പുറത്ത് നമ്മൾ ധരിച്ച് നടക്കുന്നത്, നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥയായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്നാലും അതാണ് ഗോൾഡ് വന്ന കഥ, ഗോൾഡ് എർത്തിലേക്ക് എത്തിയ കഥയും ഇന്ന് നമ്മൾ എടുക്കുന്നത് മൈൻ ചെയ്തിട്ടാണെന്ന് നമുക്ക് മനസ്സിലായി. എന്നാലും ഇവിടെ ഒരു ചോദ്യം നമുക്ക് ചോദിക്കാം. ഗോൾഡ് പോലെ പ്ലാറ്റിനവും ഇതുപോലെ പുറത്തുനിന്ന് വന്നിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. എന്നാൽ നമ്മൾ ഗോൾഡിന്റെ കഥയാണല്ലോ കേൾക്കുന്നത്. അപ്പൊ ചോദ്യം എന്താണ്? ഗോൾഡ് എങ്ങനെ ഗോൾഡായി എന്നുള്ളതാണ്, ഇല്ലേ? പ്ലാറ്റിനം വിലയുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ്. എന്നാൽ ഗോൾഡിന് കൊടുക്കുന്ന ഒരു റെസ്പെക്ട് പ്ലാറ്റിനത്തിനില്ല. അപ്പൊ ചോദ്യം, മനുഷ്യനായി വളർന്നു വന്നപ്പോൾ, നമ്മുടെ കൾച്ചർ ഇവോൾവ് ആയി വന്നപ്പോൾ എങ്ങനെയാണ് ഗോൾഡിന് ഇത്ര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലേസ് കിട്ടിയിരിക്കുന്നത്? മലയാളികളുടെ ഇടയിൽ മാത്രമല്ല, ലോകത്തെമ്പാടും ഇല്ലേ, സെൻട്രൽ ബാങ്ക്സ് ഗോൾഡിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. സെൻട്രൽ ബാങ്ക്സിന്റെ ഫോറക്സ് റിസർവിൽ അവർ ഗോൾഡ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ആദ്യകാലങ്ങളിൽ കറൻസി ആയിട്ട് ഗോൾഡ് യൂസ് ചെയ്യപ്പെട്ടു, അല്ലേ? അപ്പൊ ഗോൾഡിന് വലിയൊരു റെസ്പെക്ട് എല്ലാവരും കൊടുക്കുന്നുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു? അതിന്റെ കഥ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇവിടെ വളരെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ കാരണങ്ങൾ കൊണ്ടാണ് മനുഷ്യനെ സ്വർണം വളരെയധികം ഇഷ്ടപ്പെട്ടത്. ഒന്ന്, അതിന്റെ തിളക്കമാണ്, ഇല്ലേ? മനുഷ്യൻ ആദ്യമായി ഗോൾഡ് കണ്ടെത്തിയെന്ന് ആലോചിച്ച് നോക്കിയേ. വളരെ തിളങ്ങുന്ന, വളരെ രസകരമായിട്ടുള്ള ഒരു സംഭവം അല്ലേ? തീർച്ചയായിട്ടും അതിന്റെ ലസ്റ്റർ അട്രാക്റ്റീവ് തന്നെയാണ്. രണ്ടാമത്തെ റീസൺ, സ്വർണം കെമിക്കലി ഇനേർട്ട് ആണ് എന്നുള്ളതാണ്. കെമിക്കലി ഇനേർട്ട് എന്ന് പറഞ്ഞാൽ കെമിക്കൽ റിയാക്ഷനിലൊന്നും ഇത് ഏർപ്പെടില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, ഇത് തുരുമ്പിക്കില്ല, ഇതിന് മറ്റ് പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. ഗോൾഡ് പുറത്ത് വെച്ചാലും മറ്റു സ്ഥലങ്ങളിൽ വെച്ചാലും വെള്ളത്തിന്റെ എക്സ്പോഷറിൽ വെച്ചാലും ഒന്നും തുരുമ്പിക്കുകയോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടാവുകയില്ല. 3, ഡക്റ്റിലിറ്റി ആൻഡ് മാലിബിലിറ്റി എന്നുള്ളതാണ്. അതായത് ഗോൾഡിനെ ഇടിച്ച് പരത്തി പല ഷേപ്പുകളിലേക്ക് എത്തിക്കാം, ഓർണമെന്റ്സ് ഉണ്ടാക്കാം, അതിനെ വലിച്ചു നീട്ടി നൂല് പോലെ വയറാക്കാം. അപ്പൊ എന്ത് രൂപത്തിലേക്കും എന്ത് ഭാവത്തിലേക്കും വളരെ എളുപ്പത്തിൽ മാറ്റിയെടുക്കാം എന്നുള്ളതാണ് ഡക്റ്റിലിറ്റി ആൻഡ് മാലിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും അവസാനമായിട്ട് ഇതിന് ലിമിറ്റഡ് സപ്ലൈ തന്നെയാണ്. അതായത് ചുറ്റും നോക്കിയ കുറെ സ്വർണ്ണമൊന്നും കാണാൻ പറ്റില്ല, അല്ലെ? അത്യാവശ്യം കഷ്ടപ്പെട്ട് മൈൻ ചെയ്ത് എടുക്കേണ്ട ഒരു പ്രഷ്യസ് മെറ്റലാണ് ഗോൾഡ്. അപ്പോൾ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള കിട്ടുന്ന ഒരു സംഭവത്തിന്, ലിമിറ്റഡ് ആയി സപ്ലൈ ഉള്ള പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സാധനത്തിന് ഇത്ര അധികം ഫീച്ചേഴ്സ് വന്നപ്പോൾ തീർച്ചയായിട്ടും മനുഷ്യന് ഇതിൽ ഇൻട്രസ്റ്റ് വന്നു. അങ്ങനെയാണ് ആദ്യകാലം തൊട്ട് നോക്കുകയാണെങ്കിൽ ഗോൾഡ് മനുഷ്യന്റെ അല്ലെങ്കിൽ ഹ്യൂമൻ റേസിന്റെ ഇവല്യൂഷനിൽ എന്നും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമായി വളർന്നു വന്നത്. ആ കഥ നമുക്ക് പെട്ടെന്ന് കേൾക്കാം. ഇതിന്റെ ഏറ്റവും ആദ്യത്തെ എവിഡൻസ് നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ പണ്ട്
4000 BC-കളിലെ മെസ്സൊപ്പൊട്ടാമിയയിലും ഈജിപ്തിലുമൊക്കെയാണ്. അവര് ഒരു റിലീജിയസ് ട്വിസ്റ്റോട് കൂടി ഒരു റിലീജിയസ് ആംഗിളിലാണ് സ്വർണത്തിനെ കണ്ടത്. ശരിയല്ലേ? കാരണം അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തിളങ്ങുന്ന ഒരു സംഭവം കണ്ടപ്പോൾ അവർ തീർച്ചയായിട്ടും വിശ്വസിച്ചു ഇതിലെന്തോ ദൈവിക ശക്തി ഉണ്ടെന്ന്. മെസ്സൊപ്പൊട്ടാമിയയിൽ നിന്ന് കിട്ടിയ പല ആർട്ടിഫാക്ട്സ് ഇതിനെ സൂചിപ്പിക്കുന്നുണ്ട്. ഈജിപ്തിൽ അതിലും രസകരമാണ്, ഈജിപ്ഷ്യൻസ് പലരും വിചാരിച്ചിരുന്നത് അവരുടെ സൂര്യ ദേവന്റെ മാംസമാണ് സ്വർണം എന്ന് വിശ്വസിച്ചു, അല്ലെങ്കിൽ മറ്റു പല ദൈവങ്ങളുടെ ശ്വാസമാണ് സ്വർണം എന്ന് വിശ്വസിച്ചിരുന്ന സിവിലൈസേഷൻസും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കാലം മുന്നിലേക്ക് പോയപ്പോൾ സ്വർണത്തിനെ മനുഷ്യൻ ഉപയോഗിച്ച രീതിയും മാറി. അങ്ങനെ ഫൈനലി 550 BC-യിലാണ് ഏറ്റവും ആദ്യമായിട്ട് ഗോൾഡിനെ ഒരു കറൻസി ആയിട്ട് മനുഷ്യൻ ഉപയോഗിച്ചതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ എവിഡൻസ് നമുക്ക് കാണാൻ പറ്റുന്നത്. മോഡേൺ ടർക്കി എവിടെയാണോ അവിടെ അന്നുണ്ടായ സിവിലൈസേഷൻ ആദ്യമായിട്ട് ഗോൾഡിനെ ഒരു കറൻസിയായി ഉപയോഗിച്ചു എന്നുള്ളതിന്റെ തെളിവുകൾ നമുക്ക് കാണാൻ പറ്റുന്നു. അങ്ങനെ 550 BC മുതൽ കാലം കുറെ മുന്നിലേക്ക് പോയപ്പോൾ ഗോൾഡ് കുറെ കൂടി ശക്തമായിട്ട് ഒരു സ്റ്റോർ ഓഫ് വാല്യൂ ആയിട്ടും ഒരു കറൻസി ആയിട്ടും ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ കാലം മുന്നിലേക്ക് പോയി ഓരോ രാജ്യങ്ങളും അവരുടേതായ കറൻസികൾ ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും തുടങ്ങി. എന്നാൽ പിന്നീട് ഒരു വഴിത്തിരിവ് ഉണ്ടായത് 1800-കളിലാണ്. 1800-കളിൽ ബ്രിട്ടൻ പറഞ്ഞു അവരുടെ കറൻസി ഇനി മുതൽ ഗോൾഡുമായിട്ട് പെഗ്ഡ് ആയിരിക്കുമെന്ന്. അതായത് എത്ര ഗോൾഡിന്റെ റിസർവ് ആണോ അവരുടെ കയ്യിൽ ഉണ്ടാവുക അത്രയും ആയിരിക്കും കറൻസി അവർ പ്രിന്റ് ചെയ്യുക. എന്താണോ അവരുടെ കറൻസി ഉണ്ടാവുക അത് കൊടുത്താൽ പകരം ഗോൾഡ് കിട്ടുമെന്ന്. ഇതിനെയാണ് ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ബ്രിട്ടൻ ചെയ്തു തുടങ്ങിയപ്പോൾ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ഇത് ചെയ്യാൻ തുടങ്ങി. ഇതൊരു വലിയ വഴിത്തിരിവായിരുന്നു ഗോൾഡിന്റെ ഹിസ്റ്ററിയിൽ. അങ്ങനെ ഗോൾഡിനെ വലിയ രീതിയിൽ റെക്കഗ്നിഷൻ കിട്ടി. എല്ലാ രാജ്യങ്ങളും ഗോൾഡിനെ അവരുടെ റിസർവിൽ വെക്കാൻ തുടങ്ങി. മനസ്സിലായോ? ഗോൾഡിന്റെ മൂല്യം അത്ര അധികം കൂടി. എല്ലാ രാജ്യങ്ങളും അവരുടെ റിസർവിൽ വെച്ചിട്ട് അവരുടെ കറൻസി ഗോൾഡിലേക്ക് പെഗ് ചെയ്യാൻ തുടങ്ങി. ഇതിന് പിന്നീട് ചേഞ്ച് വരുന്നത് 1944-ലെ ബ്രെട്ടൺ വുഡ്സ് എഗ്രിമെന്റിലാണ്. US-ൽ നടന്ന ബ്രെട്ടൺ വുഡ്സ് എഗ്രിമെന്റ്. നമ്മുടെ ചാനലിന്റെ തുടക്ക കാലഘട്ടത്തിൽ ഇതിനെല്ലാം പറ്റി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും വീഡിയോയുടെ ലിങ്ക് മുകളിൽ കൊടുക്കാൻ തീർച്ചയായിട്ടും കാണാൻ പറ്റുന്നതാണ്. അപ്പൊ 1944-ലെ ബ്രെട്ടൺ വുഡ്സ് എഗ്രിമെന്റിൽ എന്താണ് തീരുമാനമുണ്ടായത്? ഓരോ രാജ്യങ്ങളും അവരുടെ കറൻസി ഗോൾഡുമായി പെഗ് ചെയ്യേണ്ട ആവശ്യമില്ല. $, മാത്രം അമേരിക്ക $നെ ഗോൾഡുമായിട്ട് പെഗ് ചെയ്തോളാം, മറ്റ് രാജ്യങ്ങളുടെ കറൻസി $മായിട്ട് പെഗ് ചെയ്താൽ മതി എന്ന് അങ്ങനെ വളരെ വലിയൊരു തീരുമാനമെടുക്കുകയാണ്. അതിനുശേഷം കാലം പിന്നെയും മുന്നിലേക്ക് പോയി. ഏറ്റവും അവസാനത്തെ ഏറ്റവും വലിയ ഗോൾഡിന്റെ ഹിസ്റ്ററിയിലെ വഴിത്തിരിവ് ഉണ്ടാകുന്നത് 1970 ആയപ്പോഴാണ്. ഈ ബ്രെട്ടൺ വുഡ്സ് എഗ്രിമെന്റ് ഇല്ലാതായപ്പോഴാണ്. അപ്പൊ നടന്നത് എന്താണെന്ന് വെച്ചാൽ $, ഗോൾഡ് ബാക്ക്ഡ് അല്ലാതെയായി. അതായത് അമേരിക്കക്ക് എത്ര വേണമെങ്കിലും $, പ്രിന്റ് ചെയ്യാം എന്നൊരു അവസ്ഥയിലേക്ക് പോയി. ഇവിടെ ഗോൾഡിന് എന്താണ് സംഭവിച്ചത്? ഗോൾഡ് ഫ്രീ ആയി. ഗോൾഡ് $മായിട്ട് ലിങ്ക്ഡ് അല്ലാതായി. അപ്പോൾ ഗോൾഡിന്റെ ട്രൂ പ്രൈസ് ഡിസ്കവറി നടക്കാൻ തുടങ്ങി. അതായത് കൂടുതൽ രാജ്യങ്ങൾ അപ്പോൾ ഗോൾഡ് വാങ്ങാൻ തുടങ്ങി. അതും വാങ്ങുന്നതും എന്താണോ അവർക്ക് ഗോൾഡിന്റെ വാല്യൂ എന്നുള്ള ഒരു ബിലീഫ് ഉണ്ടല്ലോ, ഒരു കോമൺ ബിലീഫ് ഉണ്ടല്ലോ, ആ വിലയിൽ ഗോൾഡ് വാങ്ങാൻ തുടങ്ങി. അങ്ങനെ ഗോൾഡിന്റെ ട്രൂ പ്രൈസ് ഡിസ്കവറി നടക്കാൻ തുടങ്ങി. അങ്ങനെയാണ് 1970-കൾ മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോൾഡിന്റെ വില അതിശക്തമായി ഉയരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ സ്വർണത്തിന്റെ കഥ നമുക്ക് മനസ്സിലായ സ്ഥിതിക്ക് ഇന്ന് ലോകത്തിൽ സ്വർണം എങ്ങനെയൊക്കെ ഉപയോഗിക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഈ ഒരു പൈ ചാർട്ട് കാണുകയാണെങ്കിൽ കാണാൻ പറ്റുന്നുണ്ട് നിയർലി 51% ഗോൾഡും യൂസ് ചെയ്യപ്പെടുന്നത് ജ്വല്ലറി ഉണ്ടാക്കാനാണ്. അല്ലേ? അവിടെ വലിയ നെറ്റലുകളൊന്നുമില്ല. ബാക്കി നോക്കുകയാണെങ്കിൽ ചെറിയൊരു ശതമാനം റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ? ഗോൾഡ് ഇന്ന് മൊബൈൽ ഫോണിലുണ്ട്, ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രിയിലുണ്ട്, വെപ്പ് പല്ലുകളിൽ ഗോൾഡ് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ റിയൽ വേൾഡിൽ എവിടെയൊക്കെ ആപ്ലിക്കേഷൻ ഉണ്ടോ അതാണ് ചെറിയൊരു ശതമാനമുള്ളത്. ബാക്കിയുള്ള 40% സെൻട്രൽ ബാങ്കുകളുടെ കയ്യിൽ ETF മ്യൂച്വൽ ഫണ്ടുകളുടെ രൂപത്തിലും അല്ലെങ്കിൽ ബാർസോ കോയിൻസുമായിട്ടൊക്കെ നിലനിൽക്കുന്നത്. അപ്പൊ ഇത് കാണുമ്പോൾ എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ആ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ എന്നുള്ള 9% മാറ്റി വെക്കുകയാണെങ്കിൽ ബാക്കി 91% ഗോൾഡിന്റെ യൂസേജും ഗോൾഡ് വാങ്ങിച്ചിരിക്കുന്നതും ഗോൾഡ് വെച്ചിരിക്കുന്നതും എന്ത് ഇന്റന്റ് കൊണ്ടാണ്, എന്ത് ഉദ്ദേശം കൊണ്ടാണ്? അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ്, അല്ലേ? അല്ലെങ്കിൽ ഒരു സ്റ്റോർ ഓഫ് വാല്യൂ ആയിട്ടാണ്. ജ്വല്ലറി ആണെങ്കിലും സെൻട്രൽ ബാങ്ക് ആണെങ്കിലും ETF ആണെങ്കിലും മ്യൂച്വൽ ഫണ്ട് ആണെങ്കിലും കോയിൻ ആണെങ്കിലും ബാർ ആണെങ്കിലും ആരെങ്കിലും എവിടെങ്കിലും അതിൽ ഒരു മൂല്യമുണ്ട് എന്ന് വിശ്വസിച്ച് അതിന്റെ മൂല്യം കൂടുമെന്നുള്ള പ്രതീക്ഷയിലെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഒരു സ്റ്റോർ ഓഫ് വാല്യൂ ആയിട്ടാണ് ഇന്ന് ഗോൾഡ് വലിയ തോതിൽ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ കൂടുതൽ ആൾക്കാരും സ്വർണത്തിന് ഒരു സ്റ്റോർ ഓഫ് വാല്യൂ ആയിട്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കാണുമ്പോൾ അത് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണോ അല്ലയോ എന്നുള്ള ഡിസ്കഷനിലേക്ക് പോകുന്നതിന് മുൻപ് സ്വർണത്തിന്റെ വില എന്തുകൊണ്ട് അനങ്ങുന്നു, എന്തുകൊണ്ട് മൂവ് ചെയ്യുന്നു എന്നുള്ളത് ഫണ്ടമെന്റലി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് 2005 1 ഗ്രാം സ്വർണത്തിന്റെ വില നിയർലി 700 രൂപയാണ്.
10 വർഷങ്ങൾക്ക് മുമ്പ് 2015 1 ഗ്രാം സ്വർണത്തിന്റെ വില നിയർലി 2500 രൂപയാണ്. ആ സ്വർണ്ണമാണ് ഇന്ന് 1 ഗ്രാമിന് നിയർലി 10,000 രൂപ ടച്ച് ചെയ്തത്. അപ്പൊ സ്വർണത്തിന്റെ വില പലപ്പോഴായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ കൂടുന്നുണ്ട്, ചിലപ്പോൾ കുറയുന്നുണ്ട്. അപ്പൊ ഫണ്ടമെന്റലി എന്തുകൊണ്ട് സ്വർണത്തിന്റെ വില നീങ്ങുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണ്ടേ? ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ മലയാളികൾ സ്വർണം വാങ്ങുമ്പോൾ, സ്വർണത്തിൽ വിശ്വസിക്കുമ്പോൾ, സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, സ്വർണം വലിയ തോതിൽ വീട്ടിൽ ഹോൾഡ് ചെയ്യുമ്പോൾ അതിന്റെ വില എന്തുകൊണ്ട് നീങ്ങുന്നു എന്ന് അറിയുന്നില്ല എങ്കിൽ അത് മോശമല്ലേ? അപ്പൊ ഫണ്ടമെന്റലി അതിനെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ സ്റ്റോക്സ് നമ്മൾ പഠിച്ചതാണ് അല്ലെ? നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കൂടുതൽ പേർക്കും അറിയാം കമ്പനിയുടെ എക്വിറ്റിയുടെ അല്ലെങ്കിൽ സ്റ്റോക്സിന്റെ വില എന്തുകൊണ്ട് കൂടുന്നു കുറയുന്നു എന്നുള്ളത്. 2 റീസൺസ് ആണല്ലേ. ഒന്ന്, ശരിക്കും ആ കമ്പനിയുടെ മൂല്യം, ആ കമ്പനിയുടെ പെർഫോമൻസ്, ബിസിനസ് പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ട് സ്റ്റോക്കിന്റെ വില നിർണ്ണയിക്കപ്പെടലുണ്ട്. 2, സപ്ലൈ ഡിമാൻഡ് വെച്ചിട്ട്. ഗോൾഡിന്റെ കേസിൽ ഈ ആദ്യം പറഞ്ഞ സംഭവം ഉണ്ടോ? ഇല്ല, ഇല്ലേ? ഒരു കമ്പനിയുടെ റിയൽ പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റും, നമുക്ക് അളക്കാൻ പറ്റും. അതുപോലെ ഗോൾഡിന്റെ റിയൽ വാല്യൂ എന്നുള്ളത് നമുക്ക് അളക്കാൻ പറ്റുമോ? നമുക്ക് അലൈൻ ആകാൻ പറ്റുമോ? നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോ സ്വർണത്തിന്റെ വില നിശ്ചയിക്കപ്പെടുന്നത് ഓൺലി ബേസ്ഡ് ഓൺ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണെന്ന് കാണാൻ പറ്റും. അപ്പൊ ഗോൾഡിന്റെ സപ്ലൈയെ പറ്റി പറയുകയാണെങ്കിൽ ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ? സപ്ലൈ ലിമിറ്റഡ് ആണ്. ഇതൊരു നാച്ചുറലി ഒക്കറിംഗ് മെറ്റൽ ആയി എന്നുള്ളത് കൊണ്ട് ഇത് മൈൻ ചെയ്തെടുക്കേണ്ടതാണ്. കുറേയും കൂടെ മൈൻ ചെയ്താൽ ഒരു പോയിന്റിൽ ഇത് തീർന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അപ്പൊ ഇതൊരു ലിമിറ്റഡ് സപ്ലൈ ഉള്ള ഒരു സംഭവം ആയതുകൊണ്ട്, പുതിയത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവം ആയതുകൊണ്ട്, തീർച്ചയായിട്ടും സപ്ലൈ ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ വില കൂടാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് അല്ലെ? അപ്പൊ ഗോൾഡിന്റെ സപ്ലൈ എത്ര ലിമിറ്റഡ് ആണെന്ന് മനസ്സിലാക്കാൻ ഞാൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഡേറ്റ് പറഞ്ഞു തരാം. അതായത് മനുഷ്യൻ ഇതുവരെ ഭൂമിയിൽ നിന്ന് മൈൻ ചെയ്തെടുത്തിരിക്കുന്ന സ്വർണം മുഴുവനായിട്ട് നോക്കുകയാണെങ്കിൽ അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 2 ലക്ഷം ടണ്ണാണ്. ഈ 2 ലക്ഷം ടണ്ണിൽ തന്നെ 1950 ശേഷമാണ് 1.3 ടണ്ണ് മൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. എന്നാൽ ഇവിടെ സപ്ലൈ എത്ര ലിമിറ്റഡ് ആണെന്ന് മനസ്സിലാക്കാനായിട്ട് ഇനി എത്ര സ്വർണം ബാക്കിയുണ്ടെന്ന് നോക്കാലോ. ആകെ 50,000 ടണ്ണ് സ്വർണം മാത്രമേ ഇന്നത്തെ ഒരു അറിവ് വെച്ചിട്ട് ഇനി മൈൻ ചെയ്തെടുക്കാൻ ബാക്കിയുള്ളൂ. അപ്പൊ ഇവിടെ തന്നെ മനസ്സിലാകുന്നുണ്ട് സ്വർണം എത്ര ലിമിറ്റഡ് ആയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളൂ എന്നുള്ളത്. അപ്പൊ സപ്ലൈ ലിമിറ്റഡ് ആയിരിക്കെ ഇതിന്റെ പ്രൈസ് മൂവ്മെന്റിൽ അപ്പൊ കൂടുതൽ ഇൻഫ്ലുവൻസ് ഉണ്ടാവുക ഡിമാൻഡിനായിരിക്കുമല്ലോ. അപ്പൊ ഡിമാൻഡ് എവിടെ നിന്നൊക്കെയാണ് വരുന്നത്? ജ്വല്ലറി ഉണ്ടാക്കാൻ, ആൾക്കാർക്ക് വാങ്ങാൻ, ETF, മ്യൂച്വൽ ഫണ്ട് വഴി, നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ റിയൽ വേൾഡ് ആപ്ലിക്കേഷനിൽ ഇതിന്റെ റിക്വയർമെന്റ് കൂടുമ്പോൾ അങ്ങനെയെല്ലാം ഡിമാൻഡ് കൂടാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ കുറച്ച് എടുത്തു പറയേണ്ട സംഭവം എന്താണെന്ന് വെച്ചാൽ സെൻട്രൽ ബാങ്ക്സ് അവരുടെ ഫോറക്സ് റിസർവിലേക്ക് ഗോൾഡിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതിനെ ബേസ് ചെയ്തിട്ടും ഗോൾഡിന്റെ ഡിമാൻഡിൽ വ്യത്യാസങ്ങൾ വരലുണ്ട്. അതിനനുസരിച്ച് പ്രൈസ് മൂവ്മെന്റിലെ ഒരു വലിയ ഇൻഫ്ലുവൻസ് വരലുണ്ട്. ഒരു രാജ്യത്തെ ഇൻട്രസ്റ്റ് റേറ്റ്, അവിടുത്തെ ഇൻഫ്ലേഷൻ, പൊതുവെ US ഡോളറിന്റെ സ്ട്രെങ്ത്, ലോകത്തിൽ നിലനിൽക്കുന്ന ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ, ഇങ്ങനെയുള്ള റീസൺസ് എല്ലാം കാരണവും ഓരോ രാജ്യങ്ങളുടെയും സെൻട്രൽ ബാങ്കുകൾ കൂടുതൽ സ്വർണം വാങ്ങാനോ സ്വർണം വിൽക്കാനോ ഒക്കെ കാരണമായേക്കാം. ഒരു ചെറിയ എക്സാമ്പിൾ നമുക്ക് ഇവിടെ എടുക്കാം, അല്ലെങ്കിൽ 2 എക്സാമ്പിളുകൾ നമുക്ക് ഇവിടെ എടുക്കാം. US ഡോളർ വീക്കൻ ആകുന്നു എന്ന് കാണുകയാണെങ്കിൽ രാജ്യങ്ങളെല്ലാം കൂടുതൽ സ്വർണം വാങ്ങാൻ തുടങ്ങും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് US ഡോളർ വീക്ക് ആകുന്ന ഒരു സാഹചര്യം വന്നാൽ പോലും കൂടുതൽ ഡിമാൻഡ് വരും ഫ്രം സെൻട്രൽ ബാങ്ക്സ് ഇൻ ബൈയിങ് ഗോൾഡ്. അങ്ങനെ സംഭവിച്ചാലും ഗോൾഡിന്റെ വില കയറാം. ഇനി മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ഞാൻ അവസാനം പറഞ്ഞ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഒരു സേഫ് ഹാവൻ ആയിട്ട് ലോകമെമ്പാടും എല്ലാ രാജ്യങ്ങളും ഗോൾഡിനെയാണ് കാണുന്നത്. അപ്പോൾ എവിടെയെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും യുദ്ധം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ, ഇപ്പോൾ ഇതാ ട്രേഡ് വാർ നടക്കുന്ന സാഹചര്യങ്ങളിലുമൊക്കെ രാജ്യങ്ങൾക്ക് ഒരു അൺസർട്ടനിറ്റി ഫീൽ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ സെൻട്രൽ ബാങ്കുകൾ ഗോൾഡ് വാങ്ങും, സേഫ് ആകാൻ വേണ്ടിയിട്ട്, അൺസർട്ടനിറ്റിയിൽ നിന്ന് ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഗോൾഡിന് ഡിമാൻഡ് കൂടുമ്പോഴും ഗോൾഡിന്റെ വില കൂടാം. അപ്പോൾ എന്ത് മനസ്സിലാക്കാം? ഗോൾഡിന്റെ വില എന്തുകൊണ്ടാണ് അനങ്ങുന്നത്? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ സപ്ലൈ ഡിമാൻഡ് ആണ്. എന്നാൽ ഡിമാൻഡിനെ ഡിഫൈൻ ചെയ്യുന്നത് നമ്മളുടെ കൺസംഷൻ മാത്രമല്ല, എന്നാൽ ജിയോ പൊളിറ്റിക്സ് കൂടിയാണ്, ഗ്ലോബൽ വേൾഡിന്റെ എക്കണോമിക്സും പൊളിറ്റിക്സ് കൂടിയാണ് എന്നുള്ള പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഗോൾഡിന്റെ വില ഫണ്ടമെന്റലി എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യപ്പെടുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ വിഷയത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. നിയർലി 90% ലോകത്തെ എല്ലാവരും ഗോൾഡിനെ നല്ലൊരു സ്റ്റോർ ഓഫ് വാല്യൂ ആയി വിശ്വസിക്കുമ്പോൾ, നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആയി വിശ്വസിക്കുമ്പോൾ അത് ശരിക്കും നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണോ എന്നുള്ളതിന്റെ ജഡ്ജ്മെന്റിലേക്ക്, ഒരു തീരുമാനം ഉണ്ടാക്കുന്നതിലേക്ക് നമുക്ക് പോകാം. അപ്പൊ ഏതൊരു സംഭവം, അത് നിഫ്റ്റി ആകാം, ഒരു സ്റ്റോക്ക് ആകാം, എന്തൊരു അസറ്റ് ആണെങ്കിലും അത് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആണോ എന്ന് നമുക്ക് എങ്ങനെ നോക്കാം? അതിന്റെ ഹിസ്റ്റോറിക്കൽ റിട്ടേൺസിലേക്കും റിസ്കിലേക്ക് നോക്കാം അല്ലെ? രണ്ടിലേക്ക് നോക്കണം. റിട്ടേൺസ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല, റിസ്ക് കൂടി നോക്കിയിട്ട് രണ്ടും കൂടി ഒരുമിച്ച് വെച്ചിട്ട് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആണോ എന്നുള്ളത്. അപ്പൊ നമുക്ക് ഗോൾഡിലേക്ക് നോക്കാം. അപ്പൊ നിങ്ങളിപ്പോ സ്ക്രീനിൽ കാണുന്നത് ഗോൾഡിന്റെ ഹിസ്റ്റോറിക് മൂവ്മെന്റ് ആണ്.
അപ്പൊ ഇതിൽ എന്താണ് നിങ്ങൾക്ക് പ്രൈമറിലി കാണാൻ പറ്റുന്നത്? മോശമില്ലാതെ മുകളിലേക്ക് പോകുന്ന ഒരു അസറ്റ് ആണ്. ഇടക്കൊന്ന് താഴേക്കൊക്കെ പോയിട്ടുണ്ട് എന്ന് തോന്നുന്നു, എന്നാലും മുകളിലേക്ക് തന്നെ കണ്ടിന്യൂസ്ലി പോകുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ അതൊന്നും അവിടെ സൈഡിൽ ഇരിക്കട്ടെ. നമുക്ക് ഹിസ്റ്റോറിക് CAGR കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് ഗോൾഡിന്റെ നോക്കാം. അതായത് കഴിഞ്ഞ പല വർഷങ്ങളിലായിട്ട് ഗോൾഡ് എത്ര റിട്ടേൺ തന്നിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം. അതിനെ നമുക്ക് ആരുമായിട്ട് കമ്പയർ ചെയ്യാം? നിഫ്റ്റി ആയിട്ട് കമ്പയർ ചെയ്യാം അല്ലേ? ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് റിയൽ ഡേറ്റ. വേണമെങ്കിൽ പോസ് ചെയ്തൊന്ന് നോക്കിക്കോളൂ. ചെറുതായി നിങ്ങൾ ഞെട്ടാൻ സാധ്യതയുണ്ട്. അതായത് കഴിഞ്ഞ 10 വർഷത്തിൽ നോക്കുകയാണെങ്കിലും കഴിഞ്ഞ 20 വർഷത്തിൽ നോക്കുകയാണെങ്കിലും ഗോൾഡ് നിഫ്റ്റിനെ ബീറ്റ് ചെയ്തിരിക്കുകയാണ് ലോങ് ടേം CAGR റിട്ടേൺസിൽ. ഇത് വളരെ ഞെട്ടിക്കുന്ന ഒരു ഡേറ്റ ആയിട്ട് പലർക്കും തോന്നിയേക്കാം, പലരും പ്രതീക്ഷിക്കുന്നുണ്ടാകില്ല. കാരണം നമ്മൾ എപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നിഫ്റ്റി എന്നും സ്റ്റോക്ക് മാർക്കറ്റും എന്നാണ് സംസാരിക്കൽ. എന്നാൽ ഗോൾഡിന് നിഫ്റ്റിയേക്കാൾ കൂടുതൽ റിട്ടേൺസ് കഴിഞ്ഞ 10 വർഷത്തിലും കഴിഞ്ഞ 20 വർഷത്തിലും തരാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഞെട്ടിപ്പിക്കുന്ന ഒരു ഡേറ്റയാണ്. പക്ഷെ ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, റിട്ടേൺസ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല, റിസ്ക് കൂടി നോക്കേണ്ട കാര്യമുണ്ട് എന്നുള്ളത്. അപ്പൊ നമുക്ക് റിസ്കിലേക്ക് നോക്കാം. റിസ്ക് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഗോൾഡിന്റെ ഗ്രാഫിലേക്ക്, പ്രൈസിന്റെ ചാർട്ടിലേക്ക്, ഹിസ്റ്റോറിക്കലി അതിന്റെ പ്രൈസ് എങ്ങനെയാണ് മൂവ് ചെയ്തിരിക്കുന്നത് അതിലേക്ക് പോകാം. അവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന പോലെ 1970 മുതൽ 1980 വരെ അതിശക്തമായ ഒരു റാലിയാണ് ഗോൾഡ് തന്നത്. 10 വർഷത്തിൽ 2300% അപ്പായി ഗോൾഡ്. നമ്മൾ നേരത്തെ കഥ പറഞ്ഞപ്പോൾ നിങ്ങൾ ഓർക്കുന്നില്ലേ, 1970 ബ്രിട്ടൻ വുഡ്സ് എഗ്രിമെന്റ് ഇല്ലാതായപ്പോഴാണ് ഗോൾഡിന്റെ ട്രൂ വാല്യൂ അൺലോക്ക് ആയത്, ട്രൂ പ്രൈസ് ഡിസ്കവറി നടന്നത്. അതുമുതലാണ് ഗോൾഡ് റാലി ചെയ്തു തുടങ്ങിയത്. അതിനുശേഷം 1980 മുതൽ 2008 വരെ യാതൊരുവിധ റിട്ടേൺസും ഗോൾഡ് തന്നിട്ടില്ല. നിങ്ങൾക്ക് കാണുന്ന പോലെ അതിനിടയിൽ ഒരു 70% ഒരു ഡ്രോ ഡൗണും ഗോൾഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 28 വർഷത്തേക്ക് ഗോൾഡ് ഒരു റിട്ടേണും തരാത്തൊരു കാലഘട്ടം പോലും ഗോൾഡിന് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 70% വരെയുള്ള മാക്സ് ഡ്രോ ഡൗണും ഗോൾഡ് കണ്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ തന്നെ നോക്കുകയാണെങ്കിൽ 2002 മുതൽ 2011 വരെ ഒരു റാലി നടന്നിട്ടുണ്ട്. 9 വർഷത്തിൽ 570% റിട്ടേൺസ് തന്നിട്ടുണ്ട്. എന്നാൽ അത് കഴിഞ്ഞിട്ട് 2012 മുതൽ 2015 വരെ 3 വർഷത്തിൽ 45% ഒരു ഡ്രോ ഡൗൺ തന്നിട്ടുണ്ട്. ഈ ഡ്രോ ഡൗൺ റിക്കവർ ആയത് 2020-ലാണ്. അതായത് 2010-11 മുതൽ 2020 വരെ നിയർലി 10 വർഷം പിന്നെയും നെറ്റ് സീറോ റിട്ടേൺസേ ഗോൾഡ് തന്നിട്ടുള്ളൂ. അപ്പൊ അവിടെയും ഒരു സീറോ റിട്ടേൺ പീരീഡ് ഉണ്ടായിട്ടുണ്ട്. ഒരു ഡ്രോ ഡൗൺ റിക്കവറി പീരീഡ് ഓഫ് 10 വർഷം ഉണ്ടായതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് 2016 മുതൽ 25 വരെ ഈ ഒരു മുഴുവൻ റാലി നോക്കുകയാണെങ്കിൽ 9 വർഷത്തിൽ 250% റിട്ടേൺസ് തന്നിട്ടുണ്ട്. ഇതേ സമയം നമ്മൾ ഇതിന്റെ മുകളിൽ സെൻസെക്സിന്റെ പ്രൈസിന്റെ ഗ്രാഫ് ഒന്ന് നോക്കിയേ. ഇവിടെ നിഫ്റ്റി എടുക്കാത്തത്, നിഫ്റ്റിയുടെ പ്രൈസ് ഇത്ര പഴയ പ്രൈസസ് അവൈലബിൾ അല്ല, അതുകൊണ്ടാണ് നമ്മൾ സെൻസെക്സ് എടുക്കുന്നത്. സെൻസെക്സിന്റെ ഗ്രാഫിലേക്ക് നോക്കിയേ, കുറച്ചും കൂടി സ്റ്റഡി ആയിട്ടുള്ള ഒരു ഗ്രാഫാണെന്ന് നമുക്ക് തോന്നുന്നുണ്ട് അല്ലേ? കാരണം നമ്മൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? നമ്മൾ ശരിക്കും നേരത്തെ നമ്മൾ ഗോൾഡിനെ നിഫ്റ്റിയുമായിട്ട് റിട്ടേൺസ്, CAGR റിട്ടേൺസ് കമ്പയർ ചെയ്തപ്പോൾ നിങ്ങൾക്ക് തോന്നിക്കാണും ഗോൾഡ് വളരെ നല്ലതാണല്ലോ എന്ന്. അവിടെയാണ് ഞാൻ പറയുന്നത് നമ്മൾ റിസ്ക് കൂടി കമ്പയർ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത്. അപ്പൊ സെൻസെക്സിൽ നോക്കുകയാണെങ്കിൽ കുറെ കൂടെ സ്റ്റഡി ആയിട്ടുള്ള ഒരു കർവാണ്. കുറെ കൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം കാണാൻ പറ്റുന്നത്, വളരെ വലിയ ഡ്രോ ഡൗണുകളില്ല. ഇനി ഡ്രോ ഡൗണുകൾ ഉണ്ടായാൽ പോലും അതിന് റിക്കവറി പീരീഡ് വളരെ വലുതാണ്. സെൻസെക്സിലെ ഏറ്റവും വലിയ ഡ്രോ ഡൗൺ റിക്കവറി പീരീഡ് എന്ന് പറയുന്നത് 5 വർഷമാണ്. 1994 മുതൽ 99 വരെ ഒരു 5 വർഷത്തിന്റെ ഡ്രോ ഡൗൺ റിക്കവറി പീരീഡ് ആണ് സെൻസെക്സിലുള്ളത്. കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഗോൾഡിലെ ഏറ്റവും ലാർജസ്റ്റ് ഡ്രോ ഡൗൺ റിക്കവറി പീരീഡ് 28 വർഷമാണ്. രണ്ടാമത്തെ ഡ്രോ ഡൗൺ റിക്കവറി പീരീഡ് സെൻസെക്സിലെ 10 വർഷമാണ്. ഗോൾഡിലെ 10 വർഷമാണ്. സെൻസെക്സിലെ ഏറ്റവും വലുത് പോലും 5 വർഷമേ ഉള്ളൂ. സെൻസെക്സിൽ തീർച്ചയായിട്ടും മറ്റ് വലിയ ഡ്രോ ഡൗണുകൾ ഉണ്ടായിട്ടുണ്ട്. 2000 .com ബബിൾ നടന്നപ്പോൾ നിയർലി 60% വീണിട്ടുണ്ട്. 2008 ഗ്ലോബൽ റിസഷനിൽ നിയർലി 60% ഡ്രോ ഡൗൺ ഉണ്ടായിട്ടുണ്ട്. 2020 കോവിഡ് ക്രാഷിൽ നിയർലി 50% ഡ്രോ ഡൗൺ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ചാർട്ടിൽ കാണാൻ പറ്റുന്ന പോലെ ഇതെല്ലാം വളരെ പെട്ടെന്ന് റിക്കവർ ആകാൻ സെൻസെക്സിൽ സാധിച്ചിട്ടുണ്ട്. ഗോൾഡ് തീർച്ചയായിട്ടും നല്ല റിട്ടേൺസ് ഹിസ്റ്റോറിക്കലി തന്നിട്ടുണ്ട്. എന്നാൽ വലിയ വലിയ ഫേസസ് ഓഫ് നോ റിട്ടേൺസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേസമയം ഇക്വിറ്റി മാർക്കറ്റായ നിഫ്റ്റിയിലേക്കോ സെൻസെക്സിലോ നോക്കുകയാണെങ്കിൽ റിട്ടേൺസ് കമ്പയറബിൾ ആണ് ഗോൾഡിനോട്. എന്നാൽ പ്രൊലോങ്ഡ് പീരീഡ് ഓഫ് നോ റിട്ടേൺസ് ഉണ്ടായതായിട്ട് നമുക്ക് കാണാനും സാധിക്കുന്നില്ല. അപ്പോൾ ആസ് എൻ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ഗോൾഡിനെ ജഡ്ജ് ചെയ്യുകയാണെങ്കിൽ എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? അതിലേക്ക് നമുക്ക് എത്താം. അതിനു മുൻപ് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അതായത് ഇന്ത്യൻ ഇക്വിറ്റി മാർക്കറ്റ് എപ്പോഴൊക്കെ വലിയ ക്രാഷുകൾ സംഭവിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം ഗോൾഡ് നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. കുറച്ച് എക്സാമ്പിൾ നമുക്ക് എടുക്കാം. 2000 .com ക്രാഷ് നടന്ന് ഇന്ത്യൻ മാർക്കറ്റ് താഴേക്ക് പോയപ്പോൾ ഗോൾഡ് നന്നായി പെർഫോം ചെയ്തു. 2008
ഇന്ത്യൻ മാർക്കറ്റ് ക്രാഷ് ചെയ്തപ്പോൾ ഗോൾഡ് നന്നായി പെർഫോം ചെയ്തു. 2020 കോവിഡ് ക്രാഷ് വന്ന് ഇന്ത്യൻ മാർക്കറ്റ്സ് താഴെ പോയപ്പോൾ ഗോൾഡ് വളരെ നല്ല റിട്ടേൺസ് തന്നി. എന്തിനേറെ പറയുന്നു, കഴിഞ്ഞ ഒരു 6-7 മാസത്തിൽ ഇന്ത്യൻ മാർക്കറ്റ് നിയർലി 15% ഡ്രോ ഡൗണിലേക്ക് പോയപ്പോൾ ഗോൾഡ് അതിശക്തമായി മുകളിലേക്ക് പോയി. അപ്പൊ ഗോൾഡ് ഇന്ത്യൻ ഇക്വിറ്റി മാർക്കറ്റിന് നല്ലൊരു ഹെഡ്ജായി വർക്ക് ചെയ്യുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും മനസ്സിലാക്കുമ്പോൾ എന്ത് കൺക്ലൂഷനിലേക്ക് നമുക്ക് വരാം? ഗോൾഡ് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആണോ? നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട്, വീഡിയോ നിങ്ങൾ തന്നെ ഒന്ന് പോസ് ചെയ്തിട്ട് സ്വയം ഇത്രയും ഡേറ്റ കിട്ടിയതിന്റെ പുറത്തൊന്ന് സ്വയം ചിന്തിച്ചൊരു ഉത്തരം നൽകി നോക്കിയേ. എന്താണ് ഉത്തരം? തീർച്ചയായിട്ടും ലോങ് ടേമിലേക്ക് നമ്മുടെ ഇക്വിറ്റി പോർട്ട്ഫോളിയോനെ കോംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിൽ ചെറിയ എക്സ്പോഷർ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആണ് ലോങ് ടേമിലേക്ക് എന്നുള്ള ഉത്തരത്തിലേക്ക് നമുക്ക് വരാം. എന്നാൽ നമ്മുടെ ചുറ്റും പലപ്പോഴും കാണുന്ന പോലെ വളരെ ബ്ലൈൻഡ് ആയിട്ട് അന്ധമായിട്ട് സിറ്റുവേഷൻ നോക്കാതെ ജിയോ പൊളിറ്റിക്കലി എന്ത് നടക്കുന്നു എന്ന് അറിയാതെ എന്ത് സംഭവിച്ചാലും കണ്ടുമുട്ടി ഗോൾഡ് വാങ്ങിച്ചാൽ മതി, ഗോൾഡ് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഗോൾഡ് നല്ലൊരു സേവിങ്സ് ഓപ്ഷൻ ആണ് എന്ന് പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ശരിക്കും യോജിക്കാൻ പറ്റില്ല. ഡേറ്റ അതാണ് പറയുന്നത്. നമ്മൾ കണ്ടതുപോലെ 10 വർഷത്തിന്റെ 20 വർഷത്തിന്റെ പോലും ഡ്രോ ഡൗൺസ് ഉണ്ടായേക്കാം, നെറ്റ് സീറോ റിട്ടേൺസ് ഉണ്ടായ കാലഘട്ടങ്ങൾ ഉണ്ടായേക്കാം. അങ്ങനെയാണ് എങ്കിൽ വലിയൊരു പൈസ ഗോൾഡിലേക്ക് മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ പ്രശ്നമുണ്ടായേക്കാം. ശരിയല്ലേ? അപ്പോ ആര് ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യരുത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, ഷോർട്ട് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ, അടുത്തൊരു 1 വർഷത്തിൽ എന്തെങ്കിലും ആവശ്യമുണ്ട്, 5 വർഷത്തിൽ ആവശ്യമുണ്ട് എന്നുള്ളവർ ഗോൾഡിൽ മാത്രം പൈസ ഇടുകയാണെങ്കിൽ ഗോൾഡിന്റെ വില ഇടിയാനും സാധ്യതയുണ്ട്, ഇടിഞ്ഞിട്ട് തിരിച്ച് കയറി വരാതിരിക്കാനും സാധ്യതയുണ്ട്. അപ്പൊ ഗോൾഡിൽ പൈസ ഇടുന്നത് അത്ര യുക്തിയുള്ള സംഭവമല്ല. ഇൻഫാക്ട് ഷോർട്ട് ടേം റിക്വയർമെന്റ് 1 വർഷം, 3 വർഷം, 5 വർഷത്തിന്റെ റിക്വയർമെന്റ് ആണെങ്കിൽ ഇക്വിറ്റിയിലേക്ക് പോലും പൈസ ഇടുന്നത് ശരിയല്ല എന്നുള്ള അതേ സ്വരത്തിലാണ് ഞാനതും പറയുന്നത്. അതുപോലെ അന്ധമായിട്ട് പൈസ ഉണ്ട്, ഇൻവെസ്റ്റ് ചെയ്യണം, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നറിയില്ല, ഗോൾഡ് ആണ് ബെസ്റ്റ്, അങ്ങനെ ചിന്തിക്കുന്നവർക്കും ശരിയല്ല. ശരിക്കും നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ സബ്ജക്റ്റീവ് ആണ്. നിങ്ങൾ ആരാണ്, നിങ്ങളുടെ ഗോൾസ് എന്താണ്, നിങ്ങളുടെ എത്ര പൈസ ഉണ്ട്, എവിടേക്കാണ് എത്തേണ്ടത്, അങ്ങനെയൊക്കെ നോക്കിയിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യണം. അതിനകത്ത് ഗോൾഡിനെ യൂസ് ചെയ്യാം, പക്ഷെ ഇൻ ദ റൈറ്റ് വേ. അപ്പോൾ ശരിക്കും ഇത് ആര് യൂസ് ചെയ്യരുത് എന്നുള്ളതാണ്. ശരിക്കും ആരാണ് ഗോൾഡ് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തിനാണ് ഗോൾഡ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യത്തിന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞാൽ 4 ഉത്തരം. ഒന്ന്, ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന റിട്ടേൺസ് തരുന്നുണ്ട്. ഏതൊരു ഇൻവെസ്റ്റ്മെന്റിന്റെ ലക്ഷ്യം എന്താണ്? പണത്തിനെ ഇൻഫ്ലേഷനേക്കാളും വലിയ രീതിയിൽ വളർത്തുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഗോൾഡിന് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് ഒരു അടിപൊളി റീസൺ ആണ്. രണ്ടാമത്തെ റീസൺ നമ്മൾ കണ്ടതുപോലെ നിയർ ഇക്വിറ്റി റിട്ടേൺസ് തരുന്നുണ്ട്, ഇല്ലേ? സ്റ്റോക്ക് മാർക്കറ്റിൽ കിട്ടുന്ന പോലത്തെ റിട്ടേൺസ് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. മൂന്നാമത്തെ റീസൺ നമ്മൾ അവസാനം കണ്ടതുപോലെ ഇത് ഇക്വിറ്റിക്ക് ഒരു ഹെഡ്ജ് ആണ്. എപ്പോഴൊക്കെ ഇന്ത്യൻ ഇക്വിറ്റി മാർക്കറ്റ്സ് താഴോട്ട് പോയിട്ടുണ്ടോ പലപ്പോഴും ഗോൾഡ് മുകളിലേക്ക് പോയിട്ട് അത് നമ്മുടെ പോർട്ട്ഫോളിയോ സ്റ്റെബിലൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. തീർച്ചയായിട്ടും അതൊരു റീസൺ ആണ് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. ഏറ്റവും അവസാനമായിട്ട് ഇന്ത്യൻ റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കെ അതിൽ നിന്ന് ഹെഡ്ജ് ചെയ്യാനും ഗോൾഡ് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. കാരണം എന്താ? ഗോൾഡിന്റെ ഒറിജിനൽ പ്രൈസിംഗ് നടക്കുന്നത് ഡോളറിലാണ്. അപ്പൊ രൂപയുടെ മൂല്യം ഇടിയുന്നതിൽ നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ അതിൽ നിന്ന് പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ അതും ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പൊ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഈ 4 റീസൺസ് കാരണം ഗോൾഡ് തീർച്ചയായിട്ടും മോശമല്ലാത്ത നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. നിങ്ങൾ വളരെ ബുദ്ധിപരമായി ഈ ഡേറ്റ മനസ്സിലാക്കി ഇത് ഡ്രോ ഡൗൺസിലേക്ക് പോകാം, അതിൽ നിന്ന് റിക്കവർ ആകാൻ സമയമെടുത്തേക്കാം, കുറെ കാലങ്ങളിലേക്ക് റിട്ടേൺസ് തരാതിരുന്നേക്കാം, ഇട്ട പൈസ താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്, ഇത് FD പോലെ ഫിക്സ്ഡ് റിട്ടേൺ അല്ലാത്തൊരു സംഭവമാണ് ഗോൾഡ്. ഇങ്ങനെയുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയാൽ പിന്നീട് നിങ്ങൾ ഇന്റലിജന്റ് ഡിസിഷൻസ് എടുക്കുള്ളൂ എന്നാണ് ഞാൻ ശക്തമായി വിശ്വസിക്കുന്നത്. അതായത് ഇത്ര നേരം നമ്മൾ ഡിസ്കസ് ചെയ്തതെല്ലാം ഇന്നത്തെ ലോകത്തിന്റെ കോണ്ടെക്സ്റ്റിൽ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള സയൻസിനകത്ത് നിന്നാണ്. ശരിയാണല്ലോ? പക്ഷേ സ്വർണത്തെ നോക്കേണ്ടത് അങ്ങനെ മാത്രമാണോ? ഇത് നമ്മൾ വീടിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെയാണ്. വീടിനെ ഒരു ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടും നമുക്ക് വേണമെങ്കിൽ ജഡ്ജ് ചെയ്യാം. അല്ല എങ്കിൽ മനുഷ്യനായിട്ട് ഇമോഷണലായിട്ട് വീട് തരുന്ന സേഫ്റ്റിയെ പറ്റിയും സെക്യൂരിറ്റിയെ പറ്റിയും ചിന്തിച്ചുകൊണ്ട് വീടിനെ നമുക്ക് അപ്രോച്ച് ചെയ്യാം. ഗോൾഡിനും അങ്ങനെ ഒരു ആംഗിൾ ശരിക്കും ഇല്ലേ? ഉണ്ട് എന്നുള്ളതാണ് വളരെ വലിയ സത്യം. കാരണം ഇത്ര നേരം നമ്മൾ സംസാരിച്ചത് ഇന്നത്തെ ലോകത്ത് നമ്മൾ ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുമ്പോൾ, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഗോൾസിന് വേണ്ടി ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്ത് ആ ഒരു ജീവിതം ജീവിക്കുമ്പോൾ ഗോൾഡ് വാങ്ങണമോ വേണ്ടയോ, അല്ലെങ്കിൽ അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആക്കണോ എന്നായിരുന്നു. എന്നാൽ ഗോൾഡ് നമുക്ക് തരുന്ന ഒരു സേഫ്റ്റിയും സെക്യൂരിറ്റിയും വേറെ അല്ലേ? അതിനല്ലേ ഈ വീഡിയോയിൽ ഇത്രയും കഥ ഞാൻ പറഞ്ഞത്. ഓർക്കുന്നില്ലേ ഞാൻ ഗോൾഡ് എവിടെ നിന്നാണ് വന്നത്, ഗോൾഡ് എങ്ങനെയാണ് മനുഷ്യന്റെ ജീവിതത്തിൽ കൾച്ചറലി ഗോൾഡ് എങ്ങനെ ഇവോൾവ് ആയി വന്നു എന്ന കഥയുടെ ഇമ്പോർട്ടൻസ് എന്താണ്? ആ കഥയുടെ ഇമ്പോർട്ടൻസ് മറ്റൊന്നുമല്ല, ഗോൾഡ് ഒരു അമൂല്യ വസ്തുവാണെന്നാണ്. സ്വർണം പുറത്തു നിന്ന് എവിടെന്നോ വന്ന് മനുഷ്യൻ കാലാകാലങ്ങളായി വളരെ വലിയ വില കൊടുക്കുന്ന ഒരു വളരെ അമൂല്യമായ വസ്തുവാണ്. അതുകൊണ്ട് തന്നെ എന്താണ് അതിന്റെ ഗുണം?
ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യന്മാരൊക്കെ തന്നെ ഉണ്ടാക്കിയ കുറെ കമ്പനികളും അതിനെയൊക്കെ തന്നെ നമ്മളൊക്കെ ഇട്ടൊരു വിലയും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു പ്രതിഭാസമാണ് സ്റ്റോക്ക് മാർക്കറ്റ്. ബോണ്ടുകൾ അതുപോലെയാണ്, NCDs അതുപോലെയാണ് അല്ലെ. അതുപോലെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മറ്റ് പല കാര്യങ്ങളും ഇന്നും ഇവിടെയും ഒക്കെ തുടങ്ങിയ നമ്മളൊക്കെ തന്നെ സെറ്റപ്പ് ചെയ്ത കാര്യങ്ങളാണ്. എന്തിനേറെ പറയുന്നു, നോട്ട് പോലും ഇല്ലേ അങ്ങനെ ഉണ്ടായി വന്നതാണ്. എന്നാൽ ഗോൾഡ്, സ്വർണം എന്ന് പറയുന്നത് ഇങ്ങനെ ചെറിയൊരു സംഭവമല്ല, അതൊരു വലിയ കോണ്ടെക്സ്റ്റുവൽ ആയിട്ടുള്ള കാര്യമാണ്. സ്വർണം എന്ന് പറയുന്നത് നമ്മൾ കഥ കേട്ടത് കൊണ്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോയിൽ ഞാൻ കഥയും പറഞ്ഞത്. കാലാകാലങ്ങളായി മനുഷ്യൻ വന്ന കാലം മുതലേ മനുഷ്യൻ വില കൊടുത്തിരുന്ന, മനുഷ്യൻ മൂല്യം കണ്ടൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഗുണം എന്താണ്, മുന്നിലേക്ക് പോകുമ്പോഴും ഇന്ന് നമ്മൾ ജീവിക്കുന്ന ലോകം എന്ന് പറയുന്നത് യുദ്ധങ്ങളുടെ വാർത്തകൾ നമ്മൾ കേൾക്കുന്നു, ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ കേൾക്കുന്നു. അതുപോലെ ഡിജിറ്റൽ പേയ്മെന്റിലും ഡിജിറ്റൽ സംഭവങ്ങളിലും വളരെ റിലയന്റ് ആയിട്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത്. മുന്നിലേക്ക് പോയിട്ട് ഡിജിറ്റൽ സർവീസസ് ഡൗൺ ആയാൽ എന്താണ് സമാധാനം? കയ്യിൽ ഗോൾഡ് ഉണ്ടെങ്കിൽ സമാധാനിക്കാം. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും പ്രശ്നങ്ങളും നടക്കുമ്പോൾ ഏതൊരു രാജ്യത്തിന്റെ എക്കോണമി തകർന്നേക്കാം, അവിടുത്തെ കറൻസി തകർന്നേക്കാം എന്ന പേടിയുള്ളപ്പോഴും ഏതൊരു മനുഷ്യനും ലോകത്തിൽ എവിടെ പോയാലും കയ്യിൽ സ്വർണ്ണമുണ്ടെങ്കിൽ അതിന് വില കിട്ടും, ഏത് രാജ്യത്ത് പോയാലും. അപ്പോൾ യൂണിവേഴ്സലി ഉപയോഗിക്കാൻ പറ്റുന്ന, എപ്പോ വേണമെങ്കിലും ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഏതൊരു മനുഷ്യനും വില കാണും എന്ന് വിശ്വസിക്കാൻ പറ്റുന്ന, കാലാകാലങ്ങളായി മനുഷ്യൻ കാര്യമായി വിശ്വസിക്കുന്ന ഒരു അസറ്റാണ് ഗോൾഡ്. അതുകൊണ്ടാണ് ഗോൾഡിന് വലിയ രീതിയിൽ ഒരു സേഫ്റ്റിയും സെക്യൂരിറ്റിയും മനുഷ്യൻ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് തുടക്കത്തിൽ ഞാൻ എണ്ണി പറഞ്ഞ പോലെ മലയാളികൾ എത്ര മാത്രം ഗോൾഡിനെ വിശ്വസിക്കുന്നു, എത്ര ഗോൾഡ് വാങ്ങുന്നു എന്നുള്ളത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇൻവെസ്റ്റ്മെന്റിന്റെ സയൻസിനകത്തുനിന്ന് കുറെ കഥ പറയാമെങ്കിലും ഇങ്ങനെ ഒരു ഇമോഷണൽ ആംഗിൾ എന്ന് ഞാൻ ഇവിടെ പറയില്ല. വീടിന്റെ കേസിൽ നമ്മൾ പറഞ്ഞത് ഒരു ഇമോഷണൽ ആംഗിൾ ആയിരുന്നു എന്ന്, എന്നാൽ ഗോൾഡിന്റെ കേസിൽ ഒരു റിയൽ ആംഗിൾ അല്ലേ. ഇത് നമ്മുടെ കൾച്ചറിനോട് വളരെ സ്ട്രോങ്ലി ഇന്റർവോവൺ ആയിട്ടുള്ള ഒരു റിയൽ ആംഗിൾ സ്വർണത്തിനുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. അപ്പോ അതുകൊണ്ടാണ് സ്വർണം വാങ്ങണോ വേണ്ടയോ, സ്വർണം അല്ലെങ്കിൽ ഗിഫ്റ്റ് ചെയ്യണോ, സ്വർണം കയ്യിൽ വെക്കണോ എന്നെല്ലാ ചർച്ച വരുമ്പോൾ ഈ ഒരു ആംഗിൾ കൂടി ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും പലരും സ്വർണം വാങ്ങുന്നത്. അത് തീർച്ചയായിട്ടും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആംഗിൾ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ വീഡിയോയുടെ ആദ്യമേ പറഞ്ഞിരുന്നു, ഇത് വളരെ ഒബ്ജക്റ്റീവ് ആയിട്ട് ഗോൾഡിനെ എല്ലാ സൈഡിൽ നിന്നും നമ്മൾ അനലൈസ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും എന്നുള്ളത്. അപ്പൊ ഗോൾഡിന്റെ പ്രൈസിന്റെ മൂവ്മെന്റ് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായി. പല സൈക്കിൾസിലാണ് അത് മൂവ് ചെയ്യുന്നത്. ചില സൈക്കിളിൽ നല്ല രീതിയിൽ മുകളിലേക്ക് പോകും, പിന്നെ കുറച്ച് നാൾ താഴേക്ക് വരും, പിന്നീട് കുറെ നാൾ വലിയ മൂവ്മെന്റ് ഉണ്ടാകില്ല, പിന്നെ അടുത്ത സൈക്കിൾ വരും. ഇന്ന് നമ്മൾ ഉള്ളത് ഗോൾഡിന്റെ മൂന്നാമത്തെ മുകളിലേക്കുള്ള ഒരു സൈക്കിളിലാണ്, മൂന്നാമത്തെ ബുള്ളിഷ് സൈക്കിളിലാണ് നമ്മൾ ഇന്നുള്ളത്. അപ്പൊ ഗോൾഡിന്റെ മൂവ്മെന്റിന്റെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനെ എങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ആർക്ക് എങ്ങനെ ഉപയോഗിക്കാം, ആർക്ക് എങ്ങനെ ഉപയോഗിക്കേണ്ട എന്ന് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ എല്ലാത്തിനേക്കാൾ ഉപരി സ്വർണം എന്ന, തങ്കം എന്നുള്ള ഈ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഈ ഒരു മെറ്റലിന്റെ ആ ഒരു റിയൽ ആംഗിളും അത് എന്തുകൊണ്ട് നമ്മൾ വാല്യൂ ചെയ്യുന്നു എന്നുള്ള കഥയും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞതുപോലെ വളരെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു അനാലിസിസ് നമുക്ക് ഇവിടെ നടത്താൻ സാധിച്ചു എന്നും നിങ്ങൾക്ക് വളരെ വ്യക്തമായ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ പറ്റിയെന്നും വിശ്വസിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് എത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗോൾഡ് ആസ് എൻ ഇൻവെസ്റ്റ്മെന്റ് അസറ്റ് ക്ലാസ് നിങ്ങൾ ഏറ്റവും ബുദ്ധിപരമായി നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഉപയോഗിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഗോൾഡാണ് ഏറ്റവും നല്ലത്, ഗോൾഡിൽ മാത്രം പൈസ ഇട്ടാൽ മതി, ഗോൾഡ് FD പോലെ ഒരു വിശ്വാസത്തിൽ ഗോൾഡിൽ പൈസ സേവ് ചെയ്യാം എന്നൊക്കെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. കാരണം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കേരളത്തിൽ എല്ലാവരും ഗോൾഡിൽ ഇൻവെസ്റ്റഡ് ആണ്, എല്ലാവർക്കും ഗോൾഡിൽ താല്പര്യമുണ്ട്. എന്നാൽ ഇത്ര നോളജ് എത്ര പേർക്ക് ഗോൾഡിനെ പറ്റി ഉണ്ട് എന്നുള്ളതിൽ എനിക്ക് ഒരു ഉറപ്പുമില്ല. അപ്പൊ നമ്മൾ ആസ് ആൻ ഇൻഫോംഡ് ഇന്റലിജന്റ് കമ്മ്യൂണിറ്റി കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാം. അങ്ങനെ എല്ലാവരും അറിയട്ടെ, എല്ലാവരും ഇന്റലിജന്റ്ലി ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യട്ടെ. അപ്പോ നമ്മൾ ആദ്യം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ 3-4 മാസം എന്താണ് സംഭവിക്കുന്നത് അല്ലെ? കഴിഞ്ഞ 4 മാസം കൊണ്ട് മാത്രം ഗോൾഡ് നിയർലി 30% കയറിയത്. ഗോൾഡിന്റെ വില എന്തുകൊണ്ട് അനങ്ങുന്നു എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ. നമ്മൾ പഠിച്ചു ഫണ്ടമെന്റലി എങ്ങനെയാണ് ഗോൾഡിന്റെ പ്രൈസ് നീങ്ങുന്നത്. അവിടെ നമ്മൾ പറഞ്ഞില്ലേ ജിയോ പൊളിറ്റിക്കൽ റീസൺസ് ഒരു കാരണമാണെന്ന്. കഴിഞ്ഞ 3 വർഷം നോക്കുകയാണെങ്കിൽ, സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ റഷ്യ യുക്രൈൻ യുദ്ധം നടന്നത് മുതൽ 2021 നടന്നത് മുതൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ലോകത്തെമ്പാടുമുള്ള സെൻട്രൽ ബാങ്ക്സിന് US-ന്റെ പവർ കൂടുന്നത് ഇഷ്ടമല്ല, US-ന്റെ പവർ കുറയണമെന്നും ഇഷ്ടമുണ്ട്. അതുപോലെ ജിയോ പൊളിറ്റിക്കൽ അൺസർട്ടിനിറ്റീസും നിലനിൽക്കുന്നതുകൊണ്ട് ലോകത്തെമ്പാടുമുള്ള പല രാജ്യങ്ങളുടെയും സെൻട്രൽ ബാങ്ക്സ് കുറേയധികം ഗോൾഡ് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റുന്ന ഡേറ്റ വ്യക്തമായി കാണിക്കുന്നുണ്ട് 2021 കഴിഞ്ഞത് മുതൽ സെൻട്രൽ ബാങ്ക്സ് എത്ര കൂടുതൽ ഗോൾഡ് വാങ്ങുന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഇതാ പലവിധ പ്രശ്നങ്ങൾ നടക്കുകയാണ്. ട്രേഡ് വാർ എസ്കലേറ്റ് ആവുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള അൺസർട്ടിനിറ്റി നിലനിൽക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും സെൻട്രൽ ബാങ്കുകൾ കൂടുതൽ വാങ്ങുന്നുണ്ട്. പിന്നെ പൊതുവെ സാധാരണക്കാർ, ഇപ്പോ
സാധാരണക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ പ്രോസ്പെറിറ്റി കൂടുന്തോറും ഡിമാൻഡ് കൂടും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയും ഡിമാൻഡ് കൂടുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും സ്വർണത്തിന്റെ വില കൂടുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അവിടെയാണ് കുറേ അധികം ആൾക്കാരുടെ ഇടയിൽ ഞാൻ ചർച്ച കാണുന്നുണ്ട്. ഈ വില കൂടുന്ന സാഹചര്യത്തിൽ ഇനിയും സ്വർണം വാങ്ങണോ, സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട സമയം ഇതാണോ, അതോ കുറെ നാൾ കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മതിയോ? ഈ ഒരു ചോദ്യത്തിന് എന്റെ ഉത്തരം എപ്പോഴും ഒന്ന് മാത്രമേ ഉള്ളൂ: ഡു നോട്ട് റിയലി ട്രൈ ടു ടൈം ദ മാർക്കറ്റ്. അല്ലേ, നമുക്ക് മാർക്കറ്റിനെ ടൈം ചെയ്തിട്ട് ഏറ്റവും ബോട്ടത്തിൽ പോയി വാങ്ങാനും പീക്കിൽ പോയി എക്സിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ശരിക്കും ഇവിടെ നിന്നുകൊണ്ട് എനിക്കോ അല്ലെങ്കിൽ ലോകത്തുള്ള ഒരു അനലിസ്റ്റിനോ പറയാൻ പറ്റില്ല ഗോൾഡ് ഇവിടുന്ന് ഇനിയും ഒരു 50%, 100% മുകളിലേക്ക് പോകുന്നോ അല്ലെങ്കിൽ വലിയൊരു കറക്ഷൻ വരുമെന്നോ പറയാൻ സാധിക്കില്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുക, നേരത്തെ പറഞ്ഞതുപോലെ, നമ്മൾ പഠിച്ചതുപോലെ ഇന്റലിജന്റ്ലി ഗോൾഡ് നമുക്ക് ആവശ്യമുണ്ടോ, നമ്മുടെ പോർട്ട്ഫോളിയോയിൽ എത്ര ആവശ്യമുണ്ട്, നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഗോൾഡിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഗോൾ എന്താണ്, ആ ഗോളിലേക്ക് എത്തിക്കാൻ ഗോൾഡ് എങ്ങനെ സഹായിക്കുന്നു, ഈ ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടുന്നുണ്ട് എങ്കിൽ അത് എന്താണോ ഉത്തരം അത് ചെയ്ത് പോയാൽ മതി. അപ്പൊ പോർട്ട്ഫോളിയോയിലേക്ക് ഗോൾഡ് എത്രയെങ്കിലും രൂപത്തിൽ ആവശ്യമുണ്ടെങ്കിൽ അത് ഒരു SIP എന്ന രീതിയിൽ ഇപ്പോഴേ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിക്കോളൂ. അല്ലാതെ വീഴാൻ വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല, മുകളിലേക്ക് പോയാൻ വേണ്ടിയും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഇനി ഗോൾഡ് കുറെ കയ്യിലുണ്ട് എങ്കിൽ അത് വിറ്റൊഴിവാക്കി താഴോട്ട് വരുമ്പോൾ കൂടുതൽ വാങ്ങാം എന്നുള്ളതൊക്കെ ഒരു ട്രേഡറിന്റെ മെന്റാലിറ്റിയാണ്. അതിലേക്കും സാധാരണക്കാർ പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ കയ്യിലുണ്ടെങ്കിൽ സന്തോഷം. എന്താണ് അവിടെയാണ് ഗോൾഡിന്റെ റെലവൻസ് വരുന്നത്. നിങ്ങൾ ലോങ് ടേമിലേക്കാണ് ഗോൾഡ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ ഇനിയും ഹോൾഡ് ചെയ്യാം. എന്നാൽ നിങ്ങൾ ഗോൾഡ് വാങ്ങിച്ചതിന്റെ ഗോള്, അതിന്റെ എൻഡ് ഗോള് അടുത്തൊരു വർഷത്തിലോ അല്ലെങ്കിൽ ഒരു 1-2 വർഷത്തിലുമാണെങ്കിൽ മേ ബി ഇപ്പോൾ വിൽക്കാം. അപ്പൊ ഇതെല്ലാം വളരെ സബ്ജക്റ്റീവാണ്. ലോങ് ടേമിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് കയറാൻ തന്നെയാണ് സാധ്യത. എന്നാൽ അതിലേക്ക് പോകുന്ന റൂട്ട് എന്തായിരിക്കുമെന്ന് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഡിസിപ്ലിൻഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ളതാണ് സാധാരണ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ചെയ്യാൻ പറ്റുക. ഞാനും അത് തന്നെയാണ് ചെയ്യുന്നത്. എന്റെ പോർട്ട്ഫോളിയോ തുറന്ന് കാണിച്ചപ്പോൾ ഞാൻ കാണിച്ചു അല്ലേ, ഞാൻ ഗോൾഡ് ഹോൾഡ് ചെയ്യുന്നുമുണ്ട്, ഞാൻ ഗോൾഡിലേക്ക് SIP ചെയ്യുന്നുമുണ്ട്. അപ്പൊ അതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ കാര്യമായി ഹെൽപ്ഫുൾ ആയി, വാല്യൂബിൾ ആയി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഗോൾഡിനെ പറ്റി ചിന്തിക്കുന്ന, പറയുന്ന, ശ്വസിക്കുന്ന എല്ലാവരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്ത് തന്നെ പറയാനുണ്ടെങ്കിലും കമന്റിൽ വന്ന് പറയുക. വീഡിയോ മുഴുവനായി കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.